ഐ എന്ന സബ്ജക്റ്റിനോടൊപ്പം വാസാണോ വേറാണോ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എല്ലാവരും സിമ്പിളായിട്ട് ഉത്തരം പറയും വാസാണ്. കാരണം ഐ വാസ് ആബ്സെന്റ് യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഐയുടെ കൂടെ വേർ ഉപയോഗിക്കുന്ന 4 സിറ്റുവേഷൻ ഉണ്ട്. ഇത് 4 മത്സര പരീക്ഷകൾക്ക് സ്ഥിര ചോദ്യമാണ്. ഇനി മറക്കണ്ട, 1 ഐ വിഷിന് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം. ഉദാഹരണം, ഐ വിഷ് ഐ വെയർ എ ബേർഡ്, ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു പക്ഷിയാണെങ്കിൽ എന്നർത്ഥം. 2 ഈഫിന് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം. ഈഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ, ഞാനൊരു പക്ഷിയാണെങ്കിൽ ഞാൻ പറക്കും. 3ഉം 4ഉം ആസിഫ് ആസ്ദോ എന്നീ 2 പ്രയോഗങ്ങൾക്ക് ശേഷം ഐ വന്നാൽ വേർ ഉപയോഗിക്കണം. ഐ വാക്ക്ഡ് ആസിഫ് ഐ വെയർ മാഡ്, ഐ ബിഹേവ്ഡ് ആസിഫ് ഐ വെയർ മാഡ്. അർത്ഥം, ഞാനൊരു ഭ്രാന്തനെ പോലെ നടന്നു, ഭ്രാന്തനെ പോലെ പെരുമാറി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനും ട്രിക്സിനുമായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.